എൻ്റെ പേര് റസീന. ഞാൻ വെള്ളമുണ്ട പഞ്ചായത്തിലെ പീച്ചൻകോട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇവൻ്റെ പേര് സഹല്. ഇവന് 10 വയസ്സായി. ഞാനിപ്പോൾ 1 വർഷത്തോളമായി ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ഇവന് CP ആണ്, സെർബൽ പാൾസിയാണ്, പ്ലാസ്റ്റിക് ഡൈപ്ലീജിയ ആണ്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവന് ഒറ്റ വിരലിലായിരുന്നു നടക്കുന്നത്. അപ്പോൾ അത് ഇതിന് സർജറി ചെയ്ത് റിലീസ് ചെയ്ത് ഇപ്പോൾ നടക്കുമ്പോൾ കാലിൻ്റെ മുട്ട് മടങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പം അവന് റെങ്ത് കുറവുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ശ്രുതി, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. സോ ഇവന് ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് CP ആയിരുന്നു, ലോവർ ലിം ടൈറ്റ്നസ് ഉണ്ടായിരുന്നു, പിന്നെ ഹൈഡ്രോസെഫലസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ലോവർ ലിംബിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലോവർ ലിംബിലേക്ക് ബോട്ടക്സ് ഇഞ്ചക്ഷൻ ഇട്ടതാണ്. സോ ഇഞ്ചക്ഷൻ ഇട്ടുകൊണ്ട് ടൈറ്റ്നസ്സിനാണ് ഇഞ്ചക്ഷൻ ഇട്ടത്. സോ നമ്മളിപ്പോൾ സ്ട്രെച്ചും കൊടുക്കുന്നുണ്ട്, പാസീവ് മൂവ്മെൻറ്റ്സും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ തിയേറ്ററിലേക്കും പിന്നെ കൊടുക്കുന്നത്. ഇത് പിന്നെ 9 സെക്ഷനായി. ട്രെഡ്മില്ലിൽ അവന് 10 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് അതിന് ടയേർഡായി പോകുമായിരുന്നു. പിന്നെ ഇപ്പോൾ 600 സ്റ്റെപ്പ് കൂടെ അവന് നടക്കുന്നുണ്ട്, ഒരു സെഷനിൽ അവൻ നടക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററിൽ ഇത്രയും വലിയ പ്രോജക്റ്റ് വരുന്നത്. തിയേറ്ററിലെല്ലാം കുറേ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പീഡിയാട്രിക് കേസസ് മാത്രമല്ല, അഡൽട്ട് കണ്ടീഷൻസിനും കുറേ യൂസ്ഫുൾ ഉണ്ട്. ആസ് എ തെറാപ്പിസ്റ്റായിട്ട് ഞാൻ ഇവനെ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ഫുൾ ലോഡാണ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ അവൻ സ്ട്രെയിൻ ആവുക. പക്ഷേ ഈ തിയേറ്ററിൽ കൂടെ നടക്കുമ്പോൾ അവന് ഫ്രീ ആണ്, അവന് ഓവർ കോൺസെൻട്രേഷനും കിട്ടുന്നുണ്ട്, അവൻ്റെ മൂവ്മെൻറ്റ്സിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ അവൻ്റെ മസിൽസ് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഇതിൽ കോൺസെൻട്രേറ്റ് മെയിനായിട്ട് കിട്ടാനുണ്ട്. ഇതിൽ ഗെയിമിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഗെയിമിംഗ് സിസ്റ്റം ആയതുകൊണ്ട് കുട്ടികൾ വേഗമായിട്ട് ഇൻവോൾവ് ആയിട്ട് അവർ ആ മൂവ്മെൻറ്റ്സും ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ഇതിൽ ഡേറ്റ അനലൈസിൽ നമുക്ക് മെയിനായിട്ട് കാണുന്നത് ഗ്രാഫാണ്. സോ ഒരു ലെഗിൻ്റെ ഗ്രാഫ് നമ്മൾ വേറെ അനലൈസ് ചെയ്യുമ്പോൾ എത്ര റേഞ്ചിലേക്കാണ് ആ മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. റോബോട്ടിക് വീട്ടിൽ അവന് 9 സെക്ഷനോളം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നടന്നപ്പോൾ അവന് ഹാപ്പിയാണ്. അവന് പിന്നെ ഒറ്റയ്ക്ക് നടക്കാൻ അവനുള്ളൊരു കോൺഫിഡൻസ് അവനുണ്ട്. ഇപ്പോൾ ഇവർക്ക് നല്ലപോലെ നീ ബെൻഡിങ്ങും ഉണ്ട്, സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ട്, ബാലൻസിങ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇവൻ വരുമ്പോൾ ഇവൻ്റെ കണ്ടീഷൻസ് പിന്നെ ഒറ്റയ്ക്ക് ഇല്ല, ഇരുന്നിട്ടായിരുന്നു വന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടിന്യൂ തെറാപ്പി കൊടുത്തിട്ട് അവന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനും നടുവിനൊക്കെ ഇരിക്കാനും ഒറ്റയ്ക്ക് വാക്കർ വെച്ച് നടക്കുന്ന രീതിയിൽ ഇവനിപ്പോൾ ആയിട്ടുണ്ട്.